ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പില്ലോ കവർ തയ്ക്കാം. കോട്ടൺ പില്ലോ കവറാണ്. അതിന് പ്ലീറ്റ് വെച്ചതാണ്. 4 സൈഡിലും ചുരുക്ക് വെച്ച പില്ലോ കവർ നമുക്ക് തയ്ക്കാൻ നോക്കാം. പില്ലോ കവർ തയ്ക്കാനായിട്ടുള്ള സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ടിപ്സ് മെഷർമെൻ്റ് പറയുന്നത് അതിൻ്റെ വീതി നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത് മൊത്തം. അതൊന്ന് 3 ഇഞ്ച് മടക്കി 2ആയിട്ടിടും. അങ്ങനെയാണ് തയ്ക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് കൊടുത്ത് തയ്ക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയും ചെയ്യണം കേട്ടോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചെറിയ ചെറിയ പ്ലേറ്റുകളാണ്. ഒരു 1/2 ഇഞ്ചിൻ്റെ വീതിയുള്ള പ്ലേറ്റുകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതങ്ങനെ മൊത്തം ആദ്യമേ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ 2 പീസ് തുണിയാണ്. അതിൻ്റെ വീതി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 17 മുതൽ 20 വരെ ഇഞ്ച് എടുക്കാം. ഞാനിതിൽ 17 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അതുപോലെ അതിൻ്റെ നീളമെന്ന് പറയുന്നത് 29 ഇഞ്ച്. കാരണം ഇച്ചിരി വലിയ പില്ലോ ആയതുകൊണ്ട് 29 അല്ലെങ്കിൽ 26 മതി. 29 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഫ്ലാപ്പ് പോലുള്ളത് കൊണ്ട് അത് പ്രത്യേകം ഒരു പീസ് തുണി വെട്ടി അത് 10 ഇഞ്ച് നീളത്തിൽ വെട്ടിയെടുത്ത് നമ്മളതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് മടക്കകത്തേക്ക് അടിക്കുകയാണ്. എന്നിട്ടിത് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. നോർമലി 20 വരെ ഇഞ്ച് വീതി എടുക്കാം. അതുപോലെ അതിൻ്റെ നീളമെന്ന് പറയുന്നത് ലെന്തെന്ന് പറയുന്നത് 29 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു 5 ഇഞ്ച് 2 പീസാണല്ലോ, അതിൽ നിന്ന് ഒരു പീസിൽ നിന്ന് ഒരു 5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അപ്പോൾ ഒരു പീസ് വലിപ്പമുള്ളതും ഒരു പീസ് വലിപ്പമില്ലാത്തതും കിട്ടും. വലിപ്പമില്ലാത്ത പീസാണ് അടിഭാഗത്ത് വരുന്നത്.
നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന പ്രില്ല് വലിപ്പമുള്ള പീസയിൽ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുകയാണ്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. പ്ലീറ്റ് ഇട്ട പ്രില്ലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ തയ്ച്ച് ആദ്യമേ, അത് അതിൻ്റെ വലിപ്പമുള്ള പീസയിലോട്ട് 4 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക ചെയ്യുന്നത്. നമ്മളത് ഒരു 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 പീസിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ 10 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് വെട്ടി വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. അതതിൻ്റെ ഫ്ലാപ്പ് പോലെ അടപ്പ് പോലെ വരുന്നതാണ്. ഒരു പില്ലോ കവറൊക്കെ തയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. 10 മിനിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയും ഒരു പില്ലോ കവർ എന്നൊക്കെ പറയുന്നത്. ഈ വീഡിയോസ് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷൻ എന്നുള്ള ചാനലാണ്, യൂട്യൂബ് ചാനൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതോരോരുത്തരുടെ ഇഷ്ടം. പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. നമ്മൾ ഫ്ലാപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി പോർഷനിലേക്ക് ബാക്കി ഭാഗം മറ്റേ പീസ് ചെറിയ പീസ് ഉണ്ടല്ലോ അത് അറ്റാച്ച് ചെയ്യുകയാണ്. അത് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുകയാണ്. അത് 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് തെന്നി പോകാതിരിക്കാൻ കോർണറൊക്കെ ഒന്ന് പിന്നി വെച്ചൊന്ന് കുത്തി വെച്ചാൽ തെന്നിപ്പോവാതെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ലൂസായിട്ട് നിന്നാൽ ശരിയാകത്തില്ല. നന്നായിട്ട് വലിച്ചു പിടിച്ച് തയ്ക്കുക. അതോടൊപ്പം തന്നെ അകത്തെ പ്ലീറ്റ് കൂടെ ശ്രദ്ധിക്കണം. പ്ലീറ്റ് മടങ്ങി പോവാതെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ലല്ലോ പ്ലീറ്റ്, അപ്പോൾ അത് മടങ്ങി ചുരുങ്ങിപ്പോവാതെ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതൊന്ന് ട്രൈ ചെയ്യണം എല്ലാവരും വീട്ടിൽ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ, ബെഡ്ഷീറ്റൊക്കെ അതിൽ പില്ലോ കവർ വേണേൽ തയ്ക്കാം, പഴയ ബെഡ്ഷീറ്റുകളെടുത്ത്. ഇത് ഒരു തരത്തിലുള്ളൊരു പില്ലോ കവറാണ്. ഇത് പ്രില്ല് വെച്ച പില്ലോ കവറാണ്. ഇത്രയൊരു പില്ലോ കവർ വെളിയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 100-125 രൂപയൊക്കെ കൊടുക്കണം. ഇത്ര പ്രില്ല് വെച്ചത്.
നമ്മളിപ്പോൾ പില്ലോ കവർ തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ഇത്ര പെട്ടെന്ന് നമ്മൾ കണ്ട അതിൻ്റെ ഫ്ലാപ്പ് അത് കവറുള്ളതിൽ നമുക്കതിനിടയ്ക്കൂടെ പില്ലോ കയറ്റിയിടാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്തിരി വലിയ പില്ലോയാണ്, അത് കയറ്റിയിടാൻ എനിക്ക് 29 ഇഞ്ച് നീളവും പക്ഷെ വീതി കുറവാണ്, അതുകൊണ്ട് 17 ഇഞ്ച് വീതിയും മതിയായിരുന്നു. വേണമെങ്കിൽ അതൊന്ന് പതിച്ചടിക്കാം നമുക്ക്. സാധാരണ പില്ലോയ്ക്ക് 26 ഇഞ്ച്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള പില്ലോയാണെങ്കിൽ 26 ഇഞ്ച് നീളവും 17 മുതൽ 20 ഇഞ്ച് വീതിയൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ പെട്ടെന്നൊരു പില്ലോ കവർ തയ്ച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്.